അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാര്യമായിട്ട് നമ്മൾ പഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ മിട്ടിക്ക ദിയ എന്ന പാഠത്തിന്റെ നോട്ട് തയ്യാറാക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു കാര്യം ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വിഷയത്തിലേക്ക് നോട്ടിലേക്ക് എന്ത് ചെയ്യുക, കടക്കാം. ഈ തെർക്കി പസന്ത് തഹരീക്ക് നമ്മൾ ഇന്നലെ പഠിച്ചു, അതായത് പുരോഗമനവാദ പ്രസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ട അതിനോട് ബന്ധപ്പെട്ട കവികള്, സാഹിത്യകാരന്മാര്, ഇവരുടെ ഒരു മെയിൻ നിലപാടാണ് എന്ത്, ബരാരാസ്ത് ബയാൻ കർണ. എന്താണ്, നേരിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളച്ചുകെട്ടില്ലാതെ, അതിന് കൂടുതൽ കോംപ്ലക്സിറ്റി, സങ്കീർണത ഇല്ലാതെ ലളിതമായ രീതിയിൽ വായനക്കാരന് തങ്ങളുടെ ആശയങ്ങൾ പകർന്നു കൊടുക്കുക വിവരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ആർക്കുള്ളത്, തെർക്കി പസന്ത് തഹരീക്കിനുള്ളത്. അതായത് ബരാരാസ്ത് ബയാൻ കർണ, ബരാരാസ്ത് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി, നേരിട്ട് വിവരിക്കുക അത് ആരുടെ പ്രത്യേകതയാണ്, തെർക്കി പസന്ത് തഹരീക്കിന്റെ പ്രത്യേകതയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഇടയിൽ ഫൈസ് അഹമ്മദ് ഫൈസ് അതായത് തെർക്കി പസന്ത് തഹരീക്ക് से वाबस्ता दूसरे शोरा में जो शिद्दत पाई जाती है वो फैज के यहाँ नहीं है എന്ന് പറഞ്ഞാല് തെർക്കി പസന്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കവികളിൽ കാണുന്ന ആ തീവ്രത തന്റെ ഫൈസിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്, അതിലെന്താണ്, റൊമാനവിയത്ത് ഉണ്ടാവും. റൊമാനിയത്തിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. റൊമാനിയത്തിന്റെ പ്രത്യേകത എന്താണ്, അവര് കാര്യങ്ങൾ എന്താവില്ല, നേരിട്ടല്ല പറയുക, കുറച്ചുകൂടി മനോഹരമാക്കിയിട്ട് ബിൽ വാസ്ത തോർപ്പർ. എങ്ങനെയാണ്, ബിൽ വാസ്ത തോർപ്പർ എന്ന് പറഞ്ഞാല് ഇൻഡയറക്ട്ലി, പരോക്ഷമായിട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. അപ്പോ ഇതിനെ നമുക്ക് ഫസ്റ്റ് വായിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, ഈ ബിൽവാസ്ത തോർപ്പർ, അതായത് റൊമാനവി അന്താസ്മേ ഷായർ തന്റെ കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് നമ്മൾ കിട്ടുന്നതാണ് മസറത്ത്, സന്തോഷം, ഹാപ്പിനെസ്. നമുക്ക് എന്താവുന്നതാണ്, ഒരു സന്തോഷം നമുക്ക് എന്താവുന്നതാണ്. അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എന്താവുന്നതാണ്, പുഞ്ചിരി ഇങ്ങനെ വിടരും, ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും, പറഞ്ഞറിയിക്കാനോ പറ്റാത്ത ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. അങ്ങനെ അപ്പൊ നിങ്ങൾ ചോദിക്കും, സന്തോഷം മാത്രമാണ് ഉണ്ടാവുക? അല്ല, മസറത്ത് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നതാണ്, ബസീറത്ത് പറഞ്ഞാൽ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എന്താവുന്നതാണ്, പോകുന്നതാണ്, എത്തുന്നതാണ് അവിടെ. അപ്പൊ സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ ഒരു മഹത്തായ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. നേരെ മറിച്ച് ബരാരാസ്ത് ബയാൻ കർണ എന്ന് പറഞ്ഞാല് നേരിട്ട് വിവരിക്കുക, അഥവാ തെർക്കി പസന്ത് തഹരീക്കുമായി ബന്ധപ്പെട്ട കവികളുടെ നിലപാടാണ്. അവതരണ രീതി ഇങ്ങനെ വേണമെന്ന് പറയുമ്പോ അതിലെന്തുണ്ടാവൂല, കാര്യമായിട്ട് നമുക്ക് എന്തുണ്ടാവൂല, സന്തോഷം എന്നുള്ള കാര്യം ഉണ്ടാവുകയില്ല. ബാക്കി ബസീറത്ത് മാത്രം അതിൽ ഉണ്ടാവുകയുള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ സാഹിത്യം എങ്ങനെയാ വേണ്ടത്, ആദ്യം നമുക്ക് സന്തോഷം കിട്ടണം. നേരിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മതി, നമുക്ക് ചരിത്രം മതി, അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രം മതി. നേരിട്ട് നമുക്ക് ഒരിക്കലും പറയണ കഴിഞ്ഞിട്ട് നല്ലത് എന്താണ്, ബിൽവാസ്തിന്റെ ഇൻഡയറക്ട്ലി ആയിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ നമ്മുടെ മൈൻഡ് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെലവഴിക്കുന്നു. അതാണ് ആ ചിന്തിച്ചിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നതാണ്. ആ സന്തോഷമാണ് ഇതിനേക്കാൾ നല്ലത്. ചിന്തിക്കാതെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്, ചിന്തിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സാഹിത്യം ബെഹ്തരീൻ ഫന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതിലെന്തുണ്ടാവും, മസറത്ത് ഉണ്ടാവും, ബസീറത്ത് ഉണ്ടാവും. അപ്പൊ നമ്മള് തെർക്കി പസന്ത് തഹരീക്കിൽ ഉമൂമൻ സാധാരണ ഗതിയിൽ എന്താ ഉണ്ടാവില്ല, തെർക്കി പസന്ത് തഹരീക്കിൽ മസറത്ത് ഉണ്ടാവാറ് ഇല്ല. ഓക്കെ, പക്ഷെ ഫൈസ് അഹമ്മദ് ഫൈസ് ഇതിന് വ്യത്യസ്തമാണ്. മൂപ്പരുടെ മസറത്തും ഉണ്ട്, ബസീറത്തും ഉണ്ട്. അതായത് മൂപ്പര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൂപ്പര് യാഥാർത്ഥ്യത്തിന്റെ വിവരണങ്ങളും മൂപ്പര് എങ്ങനെയായിരുന്നു, അതിന്റെ എക്സ്പ്രഷനെ മൂപ്പര് എങ്ങനെയാണ് കാണിച്ചിരുന്നത്, റൊമാനവി അന്താസുമേ ഹോത്തിയും കേഹാം ഇല്ലേ, അദ്ദേഹത്തിന്റെ കവിതകളില്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മട്ടീക്ക എന്ത് ചെയ്യാന്നുള്ള ആ നോട്ട് 6 വരി എത്രയാണ്, സുറഖ്റു ആഫാഖുമേ സുറഖ്റു ഹേ ആഫാഖുമേ सुरखुरु आफाक में वो रहनुमा मीनार है रोशनी जिनकी मल्लाहों के बेड़े पार है. रोशनी से അതിന്റെ പ്രകാശം കൊണ്ട് എന്താണ്, ആരുടെ മല്ലാഹ് പറഞ്ഞാല് കപ്പിത്താന്റെ എന്താവുന്നു, നൗക്ക എന്ത് ചെയ്യുന്നു, കപ്പല് എന്ത് ചെയ്യുന്നു, പാർഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, മറികടക്കുന്നു അല്ലെ, അക്കരെ എത്തുന്നു. ഓക്കെ, അപ്പൊ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ നമ്മൾ തുടക്കത്തിൽ ഒരു നസം എഴുതുമ്പോ എങ്ങനെ എഴുതാം,
മിട്ടി കാ ദിയ, മിട്ടീന്റെ ദിയ എന്താണ്? മഷ്ഹൂർ അദീബ്. ആരാണ് മഷ്ഹൂർ അദീബ് എന്ന് പറഞ്ഞതാണ്? പ്രസിദ്ധനായ സാഹിത്യകാരൻ ആരാണ്? മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി കി എന്താണ്? നസമ മുഅന്നസ് അല്ലേ? ഷൂറെ ആഫാക്ക്. ഷൂറ ആഫാക്ക് പറഞ്ഞാണ് ഷൂറ ആഫാക്ക്. ഷൂറാണ് പ്രസിദ്ധം, ആഫാക്ക് പറഞ്ഞാലോ ലോകം. പിന്നെ അപ്പൊ അതിന് എങ്ങനെയാണ് ഷൂറ ആഫാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? വിശ്വപ്രസിദ്ധമായ, എന്താ പറയാ, വിശ്വപ്രസിദ്ധമായ ഷൂറ ആഫാക്ക്. ഷൂറ ആഫാക്ക് എന്ന് പറഞ്ഞാല് വിശ്വപ്രസിദ്ധമായ, വിശ്വം എന്ന് പറഞ്ഞാല് ലോകം. വിശ്വപ്രസിദ്ധമായ എന്താണ്? നസം ഹേ. എന്താണ്? നസം ആണ്. नजम का आगाज एदिकोळू. नजम का आगाज यूं होता है. നസം കാ യൂं होता है. എന്താ നസം കാ? നസം കാ വണ്ടവിടെ ഞാൻ ഇടയിലൊക്കെ വിട്ടു പോണ്ട്, നിങ്ങൾ ശ്രമിക്കണം. മിട്ടി കാ ദിയ മഷൂർ അദീബ് മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി കെ ഷൂറെ ആഫാഖ് നസം ഹേ അല്ലെ? ഒന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത് എന്താണ്? നസം കാ ആഗാസ് യു ഹോത്ത, ഇങ്ങനെ തുടങ്ങുന്നു. എങ്ങനെ തുടങ്ങുന്നത്? കെ എന്തെന്നാൽ. എങ്ങനെയാണ്? ഷാം കെ വക്ത്. എന്താണ്? ഏത് സമയമാണ്? ഷാം കെ വക്ത് എന്ന് പറഞ്ഞാണ് സന്ധ്യാസായന സമയത്ത് അല്ലെ? സന്ധ്യാ നേരത്ത്. एक गरीब बुढ़िया, गरीब പറഞ്ഞ പാവപ്പെട്ട, പാവം അല്ലെ? एक गरीब बुढ़िया, एक गरीब बुढ़िया എന്ത് ചെയ്യുന്നു? एक गरीब बुढ़िया एक गरीब बुढ़िया अपनी झोंपड़ी से. झोंपड़ी എന്താണ്? झोंपड़ी ആർക്കറിയാം? अपनी झोंपड़ी से निकलकर, झोंपड़ी से निकलकर सड़क के किनारे, ആ കുടിയില്. ജോംബടി പറഞ്ഞാല് ഹട്ട്, ഇംഗ്ലീഷില് ഹട്ട് എന്നല്ലേ പറയാ? നിക്കൽക്കർ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു? നിക്കൽക്കർ സടക്ക് കെ കിനാരെ, സടക്ക് കെ കിനാരെ സടക്ക് കെ കിനാരെ किनारे मदी. किनारे मिट्टी का दिया जला देती है. मिट्टी का दिया जला देती है എന്ന് പറഞ്ഞ ജലാന എന്ന് പറഞ്ഞാൽ ജല്ല എന്ന് പറഞ്ഞാൽ കത്തുക, ജലാന എന്ന് പറഞ്ഞാലോ കത്തിക്കുക. ജലാ ദേത്തിയെ കത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് ചോദ്യം ചോദിച്ചതാണ്, പരീക്ഷയിൽ വന്നതാണ്. എന്തുകൊണ്ട് പിന്നെ റോഡ് അരികിൽ എന്ത് ചെയ്യുന്നു? ആ ബുഡിയ പിന്നെ ആ മിട്ടി ക ദിയ ജലാ ദേത്തി ഹേ എന്ന് ചോദിച്ചാല് വൈസെ ക്യോं करती है, वो वैसे क्यों करती है എന്ന് ചോദിച്ചാല് उसके जवाब में आपको ये लिखना चाहिए, ये लिखना होगा. ഓക്കെ. താക്കെ എന്തിനു വേണ്ടി എന്നാൽ, ഇപ്പൊ തന്നെ കാണാൻ പഠിച്ചോളി. താക്കെ എന്തിനു വേണ്ടി എന്താ? മുസാഫിറോങ്കോ. എന്താണ്? മുസാഫിറോങ്കോ എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക്. അപ്പോ എങ്ങനത്തെ യാത്രക്കാർ? ജോ ഇസ് രാസെ ഗുസർത്തെ ഹേ, ഇസ് രാസെ ഈ വഴിയിലൂടെ എന്ത് ചെയ്യുന്നു? ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോകുക അല്ലെ? ഗുസർത്തെ ഹേ കഹി ടോക്കർ കാനെ ചൂട്ടിനെ ലഗേ എന്നാണ്. കഹി എന്നാണ് കയ്യർ ഒരിക്കലും എന്ത് ചെയ്ത്? ടോക്കർ പറഞ്ഞതാണ് ടോക്കർ കാന എന്ന് പറഞ്ഞാല് ടോക്കർ കാനേസെ ഇരടി മുട്ടയിലേക്ക്. ടോക്കർ കാനേസെ എന്ത് ചെയ്യാ? ചൂട്ടിനലകെ. ചൂട്ട് പറഞ്ഞാണ് ചൂട്ട് ആർക്കറിയാം ചൂട്ട് എന്ന് പറയാ?
ചൂട്ട് പറഞ്ഞാല് പെരിക്ക്, പോറൽ ട്ടോ. ചൂട്ടിനെ ലഗ എന്ന് പറഞ്ഞാലോ, ലഗ്ന പറഞ്ഞാൽ ഏരിക്കുക അല്ലെ, ലഗ എന്ന് പറഞ്ഞാലോ ഏൽക്കാതിരിക്കാന്. എന്താണ് കൈ ചൂട്ടിനെ ലഗ, എന്താണ് ചൂട്ടിനെ ലഗ എന്ന് പറഞ്ഞാല് പെരിക്ക് പറ്റാതിരിക്കാന്, കൂട്ടിമുട്ടിയിട്ട് വഴിയരികിൽ എന്തെങ്കിലും കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യാ, ചൂട്ടിനെ ലഗ പെരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രക്കാർക്ക് ഏത് താക്കെ പറഞ്ഞാൽ താക്കെ സോ ദാറ്റ് അല്ലെ, സോ ദാറ്റ് എന്തിനു വേണ്ടിയാ, നല്ല എന്താണ് താക്കെ എന്ന് പറഞ്ഞാല് സോ ദാറ്റ് ഹി കൈം ഏർലി, അദ്ദേഹം നേരത്തെ വന്നു, സോ ദാറ്റ് സ്റ്റുഡന്റ് ക്യാൻ ലേൺ മോർ ആൻഡ് മോർ അല്ലെ, ധാരാളം പഠിക്കാൻ വേണ്ടിട്ട് അല്ലെ, ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താക്കെ എന്തിനു വേണ്ടി എന്നാൽ മുസാഫിറോക്കോ യാത്രക്കാർക്ക്. അപ്പൊ ഇങ്ങനത്തെ യാത്രക്കാർ ജോ ഹു ഇസ് രാജ്യ ഗുജറത്തെ ആ വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് കൈ ടോക്കർ കാനേസ ചൂട്ടിനല്ലകെ മുട്ടേറ്റിട്ട് ഏറ്റുകൊണ്ടിട്ട് എന്ത് ചൂട്ടിനല്ലകെ പെരിക്ക് എന്ത് ചെയ്തിട്ട് പറ്റാതിരിക്കും. ലഗ്ന എന്ന് പറഞ്ഞാൽ ഏൽക്കുക എന്നർത്ഥം കേട്ടോ. ഓക്കെ, ഓർ പിന്നെ അതിന് മാത്രമാണോ, ഓർ ആറാംസെ പറഞ്ഞാണ് സ്വസ്ഥമായിട്ട് സുഖത്തില് അല്ലെ, സ്വസ്ഥമായിട്ട് നിന്റെ അപ്പിനി മൻസിൽ തക്ക്, അപ്പിനി പറഞ്ഞ തങ്ങളുടെ, മൻസിൽ പറഞ്ഞാണ് ലക്ഷ്യസ്ഥാനം അല്ലെ, ലക്ഷ്യസ്ഥാനത്തേക്ക് പഹുഞ്ചസക്കെ എന്താണ് പഹുഞ്ചിന, എന്താണ് പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ പഹുഞ്ചസക്കെ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരാനും വേണ്ടിയിട്ട് ആറാംസെ സ്വസ്ഥമായിട്ട് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനും, അതുപോലെ തന്നെ കാല് കൂട്ടിമുട്ടിയിട്ട് പെരിക്കേൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് മുപ്പത്തിയേഴ് എന്ത് ചെയ്തു, സടക്ക് കിനാരെ മിട്ടി കാ ദിയ ജലാ ദേത്തി ഹേ അല്ലെ, അത് കഴിഞ്ഞു. അപ്പൊ എന്തിനാണ് പിന്നെ ഇത് അതാക്കിയിരിക്കണം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെ. അല്ലെങ്കിൽ ഈ ആശയം വരുന്ന നിങ്ങൾക്ക് അറിയുന്ന അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കായിട്ട് എഴുതാൻ കഴിയുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് മോസ്റ്റ് വെൽക്കം, യു കൺ ഡു സോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ആകെ ചെൽക്കർ എന്ന് പറഞ്ഞാലോ, ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ആകെ ചെൽക്കർ തുടർന്ന്, നമ്മൾ പറഞ്ഞിട്ടില്ലേ തുടർന്ന്, ആകെ ചെൽക്കർ പറഞ്ഞാല് തുടർന്ന് ഷായറിനെ, പിന്നെ തുടർന്ന് പറഞ്ഞ അടുത്ത വരിയില്ലേ ഷായറിനെ, കവി എന്ത് ചെയ്തു, ഷായറിനെ ഇസ് മിട്ടിക്ക ദിയാക്കോ, ഇസ് ഈ ഇല്ലേ, ഈ മിട്ടിക്ക ദിയ കോ എന്ത് ചെയ്തു, ദിയാക്കോ ഉൻ ഫാനൂസ്, പറഞ്ഞാണ് ഉൻ ഫാനൂസ് പറഞ്ഞാല് റാന്തല്, അറിയാത്ത കുട്ടികളില്ല. ഫാനൂസ് ഓർ ലാമ്പ് പറഞ്ഞാലോ, लैम्प से कहीं बेहतर करार दिया, कहीं बेहतर करार दिया എന്ന് പറഞ്ഞ കരാർ ദേന എന്ന് പറഞ്ഞാണ്, കരാർ ദേന എന്ന് പറഞ്ഞാല് ഇവിടെ എഴുതി വെക്ക, കരാർ ദേന എന്ന് പറഞ്ഞാല് കണക്കാക്കുക, കരാർ ദേന എന്ന് പറഞ്ഞാല് കണക്കാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്തു സപ്പോസ്ഡ് എന്താണ് എന്താ പറയാ അതിന്, കൺസിഡർ ചെയ്യാം, ടു കൺസിഡർ എന്താ ചെയ്യാ, കൺസിഡർ പറഞ്ഞത് പരിഗണിക്കുക, കണക്കാക്കുക ഒക്കെ അർത്ഥം. എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പിന്നെ മെറ്റീരിയൽ ദിയനല്ലേ, എന്താണ് പിന്നെ ആകെ ചെൽക്കർ തുടർന്ന് ഷായറിനെ. അപ്പൊ ചോദിക്കും ഏത് ഫാനൂസിനേക്കാളും മികച്ചതായിട്ട് മൂപ്പരുടെ കവിതയില് ഈ മിട്ടിക്ക ദിയനെ കണക്കാക്കി എന്ന് ചോദിച്ചാൽ മറുപടി നിങ്ങൾ എഴുതണം. അതിന്റെ ഉത്തരമാണ് ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഷായറിനെ കവി മിട്ടിക്ക ദിയാക്കോ ഈ മിട്ടീന്റെ ദിയനെ ഉൻ ഫാനൂസ് ആ ഫാനൂസ് റാന്തലിലെ ലാംബ്സെ കഹി എത്രയോ ബെഹത്തർ എത്രയോ നല്ലതായിട്ട് ഇത് കണക്കാക്കി, കണ്ടു, പരിഗണിച്ചു അല്ലെ, പരിഗണിച്ചു. അപ്പൊ ചോദിക്കും ഏതെന്ന് ചോദിച്ചാല് ഏതാണ്, അല്ലല്ല ഏത് ഫാനൂസ്, ഈ മിട്ടിന്റെ തീയനെ ഏത് ഫാനൂസിനേക്കാളും എത്രയോ നല്ലതായിട്ട് മൂപ്പര് കണക്കാക്കി. ജോ എന്ന് പറഞ്ഞ ആര്, ആ ഫാനൂസ് ഇല്ലേ, മെഹസ് പറഞ്ഞത് മെഹസ്, ഹിന്ദിയിലും ഉറുദുവൊക്കെ മെഹസ് തീൻ ദിൻ മേ ആ ജായേഗി, തീൻ ദിൻ മേ ഹോ ജായേഗി ഒക്കെ പറയില്ല. മെഹസ് ഒള്ളി, സിർഫ് എന്താ പറയാ, സിർഫ്. പിന്നെ ഈ അർത്ഥത്തിൽ സിർഫ് വെക്കും, പിന്നെന്താ ഖാലി എന്ന് വെക്കും, പിന്നെ തുടങ്ങിയ വാക്കുകളൊക്കെ ഇതിന് ഉപയോഗിക്കും.
ഹാൽ 2 മിനിറ്റ് में आ जाता हूं ഞാൻ പറയല്ലേ എത്തിക്കോളാം. നമ്മൾ എന്ത് ചെയ്യുന്നതാണ് 2 മിനിറ്റ് കൊണ്ട് എത്തിക്കോളാം നമ്മൾ പറയാറില്ല. അതേമാതിരി ജോ ജോ എന്ന് പറഞ്ഞതാണ് ആ ഫാനോസ്. എങ്ങനത്തെ ഫാനോസ് എന്ന് അറിയാം? മഹസ്. മഹസ് എന്ന് പറഞ്ഞാൽ അമീറോങ്കെ എന്താണ്? അമീറോങ്കെ. അമീറോങ്കെ എന്ന് പറഞ്ഞാണ് സമ്പന്നരുടെ. ആലിഷാൻ. ആലിഷാൻ എന്ന് പറഞ്ഞാണ് ആലിഷാൻ ഉന്നതമായ പ്രൗഢമായ അല്ലെ പ്രൗഢമായ. പിന്നെ മഹല്ലോങ്കെ അന്തർ ഹി അന്തർ എന്താണ്? മഹല്ലോങ്കെ മഹല്ലോങ്കെ അന്തർ ഹി അന്തർ എന്ത് ചെയ്യുന്നു? അന്തർ ഹി അന്തർ അന്തർ ഹി അന്തർ रोशनी അങ്ങനെ अपनी रोशनी फैला सकती है. अपनी 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 रोशनी പ്രകാശം തീരെ പരത്താൻ കഴിയുന്നത് അല്ലേ? ഫേല ശക്തി ഹേ ശക്തി ഹേ അല്ലേ? അപ്പോ ആ ഫേല ശക്തി रोशनी फैला सकती फैला सकते हैं सकते है കേട്ടോ सकते है. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ ഒന്ന് ജോ എങ്ങനത്തെ ഇതാണ്? വിളക്കാണ്. മഹസ് അമീറോക്കെ ആലിഷാൻ. ആലിഷാൻ പറഞ്ഞത് ആലിഷാൻ മഹൽ ബൻവായ. ഉദാഹരണം എന്താണ്? ആരാണ്? ഷാജഹാൻ. ഷാജഹാൻ ने अपनी बीवी ആരാണ്? മുംതാസ് के नाम एक आलिशान महल बनवाया था. ഏതായിരുന്നു മഹല്? താജ്മഹൽ അല്ലെ? മഹല്ലുകളുടെ മഹൽ ആരാണ്? മഹല്ലോങ്ക മഹൽ ആരാണ്? താജ്മഹൽ. താജ് പറഞ്ഞാണ് കിരീടം അല്ലെ? മഹലിന്റെ റാണി ആരാണ്? താജ്മഹൽ. ഓക്കെ. അപ്പൊ പോട്ടെ. അപ്പൊ എന്താണ്? എന്താ പറഞ്ഞത്? മഹസ് അമീറോക്കെ ആലിഷാൻ മഹല്ലോക്കെ അന്തർ ഹി അന്തർ അപ്നി രോഷ്നി ഫേല സക്തി ഹേ എന്ന് പറഞ്ഞാല് സക്ത ഹേ അല്ലെ? പിന്നെ മഹല്ലുകളുടെ ഉള്ളിൽ മാത്രം ഉള്ളിന്റെ ഉള്ളിൽ മാത്രം എന്താവുന്നതാണ്? തങ്ങളുടെ ഫേലാന എന്ന് പറഞ്ഞത് ഫേലാന പരത്തുക. ഫേലാന പരക്കുക. ഫേലാന എന്ന് പറഞ്ഞാലോ പരത്തുക. അപ്പൊ ഫേല ശക്തി പരക്കാൻ പറ്റുള്ളൂ, പരത്താൻ പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ള പിന്നെ ലാമിനേക്കാളും ഫാനൂസിനേക്കാളും ഏറ്റവും നല്ലത് ആരാണ്? മിട്ടി കദിയാണ്. കിസ്കി കിസ്ക കിസ്കി മുടിയാക്കി. എന്താണ് മനസ്സിലായില്ലേ? ഓക്കെ. അത് കഴിഞ്ഞു. അപ്പൊ ഓർ പിന്നെ 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 ഓർ ഉസ്കെ ബാഹർ എന്താണ്? ഉസ്കെ 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 ബാഹർ. ബാഹർ പറഞ്ഞാണ് പുറത്ത്. ചായ ഹുവ. ചായ ഹുവ എന്ന് പറഞ്ഞാണ് പരന്ന അല്ലെ? ഗുപ് അന്തേര. ഗുപ് 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 പറഞ്ഞാണ് ഗുപ് അന്തേര. ഗുപ് അന്തേര അന്തേര അന്തേരെ അന്തേരെ കൊടുക്കണ്ടോ? കാരണം ഇവിടെ അന്തേരെ കൊടുക്കണ്ടോ? അന്തേരേക്കോ മിട്ടാ നഹീ സക്തേ. മിട്ടാ നഹീ സക്തേ. മിട്ടാന എന്ന് പറഞ്ഞത് ഇല്ലാതാക്കാൻ. പൂരാ പൂരി എട്ടുന്നുണ്ടാവൂല, ഇല്ലാതാക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ 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 ലാമ്പിനേക്കാളും ഫാനൂസിനേക്കാളും എത്രയോ നല്ലതാണ് ഇത് മിട്ടി കാ ദിയ കിസ്കി മുടിയാക്കി. ഓക്കെ. അത് കഴിഞ്ഞു. യഹ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇവിടെ എന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ ആശയം ഒന്ന് വ്യക്തമാക്കി തരുമോ? തീർച്ചയായും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ തശ്രീഹ് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ചെറിയൊരു വിവരണം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വിശദീകരണം ഇതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണത്? പറയാൻ പോകുന്നത്. മിട്ടാന എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. ഓക്കെ. എവിടെ? ജബക്കെ. ജബക്കെ നമ്മുടെ വേറെ കാര്യം കൂടിയുണ്ട്. ജബക്കെ 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 എന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. ജബക്കെ അതേസമയം ബുഡിയാക്ക ദിയ ബുഡിയാക്ക ദിയ ബുഡിയാക്ക ദിയ ദിയ नासरफ उसको बल्कि दूसरे
ബേഗാന. ബേഗാന എന്നാണ് അന്യർ, സ്ട്രേഞ്ചർ എന്ന് പറയാ. സ്ട്രേഞ്ചർ, സ്ട്രേഞ്ചർ എന്ന് പറയാ അപ്പിന. കോൻ അപ്പിനാഹി ക്യാ ബേഗാനാഹി ഇസ് സമാനെ മേ കിസ്നെ ജാനാ ഹേ. ആരാണ് സ്വന്തക്കാര്, ആരാണ് അന്യര്? ഇത് ജനങ്ങളിൽ ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അപ്പൊ എന്താണ് ബേഗാന എന്ന് പറഞ്ഞാല് അന്യര്. അത് ഇതിന് ഓപ്പോസിറ്റ് എന്താണ്? സ്വന്തക്കാരൻ എന്ന് പറയാ ഉറുദുവില് അപ്പിനെ എന്ന് പറയാ അപ്പിനെ. എന്നാലോ അതിന്റെ സ്ട്രേഞ്ചറിനോ ബേഗാന. ഓക്കെ. ദൂസരെ ബേഗാന അന്യരായ മുസാഫിറോं को भी എന്താണ് മുസാഫിറോं को भी യാത്രക്കാർക്ക് മൂപ്പർക്ക് മാത്രം നോട്ട് ഓൺലി ഉസ്കോ ബൽക്ക് ഇതിലാണ് ബൽക്ക് കേട്ടോ. ബൽക്ക് എന്ന് പറഞ്ഞാൽ ബട്ട് ആൾസോ. बल्कि दूसरे बेगाना मुसाफिरों को भी उसकी रोशनी से फायदा उठा सकते हैं. दूसरे मुसाफिरों को भी उसकी रोशनी से चवट पट्ट പോയിട്ടോ. फायदा उठा सकती है. കഴിഞ്ഞു. ഇപ്പോഴാണ് ഉത്തരം പൂർണ്ണമായിട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഉത്തരം പൂർണ്ണമായത്. ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഒരു ആശയം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതിനെന്താണ് കവി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആശയല്ലേ. ഇത് കഴിഞ്ഞില്ലേ. ജബക്കെ അതേസമയം, ജബക്കെ എന്ന് പറഞ്ഞാൽ വേറാസ് വൈ എന്ന് പറഞ്ഞാൽ അതേസമയം ബുഡിയന്റെ ബുഡിയക്ക് മാത്രമല്ല ബൽക്കെ ദൂസരെ ബേഗാന മുസാഫിറോं को भी उसकी रोशनी से फायदा उठा सकते हैं. എന്താണ് പ്രയോജനപ്പെടുത്താനാവുന്നതാണ് അല്ലെ. ഫായിദ ഉട്ടാന എന്ന് പറഞ്ഞാല് ഉപകാരപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, കഴിഞ്ഞോ? അടുത്തേക്ക് പോലെ ഇനി ഒരു ചെറിയ ഒരു പോയിന്റ്. എന്താണ് ഗുപ് അന്തേര എന്താ പറയാ? ഗുപ് അന്തേര ദോഷമി ഹാവുണ്ട് കേട്ടോ. ഇവിടെ സമയം പോട്ടെ എന്നാ. അടുത്തത് ലാസ്റ്റ് ചർച്ച ചെയ്യാം. യഹാം ഇവിടെ എവിടെയാണ്? ഇപ്പൊ നമ്മൾ മേൽ പറഞ്ഞ കവിതകളിലെ വരികളില് ഷായർ ये कहना चाहता है, ഷായർ यह कहना चाहता है के എന്തെന്നാൽ किसी को फायदा पहुंचाने के लिए, किसी को ആർക്കെങ്കിലും फायदा पहुंचाने के लिए എന്താവശ്യമില്ല? ദൗലത്തുമന്ത് होना जरूरी नहीं. दौलतमंद होना जरूरी नहीं. दौलतमंद होना जरूरी नहीं. बस जस्ट വെറും ബൽക്കെ മതി. बल्कि जो आपके पास मयसर है, जो आपके पास मयसर है, उससे भी उसी से उससे भी അതുകൊണ്ട് नहीं है दूसरों को മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം? दूसरों की मदद
कर सकता है അങ്ങനെ जो आपके पास മയസ്സർ പറഞ്ഞാണ് മയസ്സർ പറഞ്ഞാണ് ലഭ്യമായത് മയസ്സറാന എന്ന് പറഞ്ഞില്ലേ ലഭിക്കുക മയസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ് ലഭ്യമായത് നിങ്ങളുടെ അടുത്ത് ആപ്കെ പാസ് വേണം കേട്ടോ പാസ് ഈ ഇവിടെ എന്ത് ചെയ്ത നമ്മള് ആപ്കെ പാസ് പാസ് എന്ന് എഴുതണം നമ്മൾ വിട്ടുപോയതാണ് बल्कि जो आपके पास मयस्सर है उससे भी दूसरों की मदद कर सकता है മറ്റുള്ളവരെ എന്ത് ചെയ്യാം സഹായിക്കാവുന്നതാണ് ഓക്കെ എഴുതിയോ ഒന്നിനും പറയാ ഇവിടെ എന്താ കവി പറഞ്ഞത് യഹാ ഷായർ ഏ कहना चाहता है ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു किसी को फायदा पहुंचाने के लिए മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണക്കാരനാവലെന്നില്ല നിർബന്ധമില്ല ദൂരത്ത് ബന്ധു ഹോന ജറൂരി നഹി പിന്നെ ബൽക്കെ ജോ आपके पास മയസ്സറ നിങ്ങളുടെ അടുത്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഉസ്സേബിയ ഉള്ളത് കൊണ്ടും എന്ത് ചെയ്യാം ദൂസരോं की മദദ് कर सकता है മറ്റുള്ളവരെ സഹായിക്കാനാവുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാവുന്നതാണ് ഇനി എന്താണ് മീനാറില്ലേ മീനാറിന്റെ എന്താ പറയാം കേട്ടോ എഴുതി കഴിഞ്ഞോ ഇപ്പൊ ആശയം കഴിഞ്ഞ് പൂർണ്ണമായി ഇവിടെ എന്താ കവി പറയാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി യഹാ ഷായർ ये कहना चाहता है किसी को फायदा पहुंचाने के लिए दौलतमंद होना जरूरी नहीं बल्कि जो आपके पास मयसर है उससे भी दूसरों की मदद कर सकता है മനസ്സിലായോ തസ്നി ओके दुनिया में सुरखरू वही मीनार है सुरखरू वही मीनार है वही रोशन मीनार എഴുതണോ रोशन मीनार അങ്ങനെ എഴുതാം അല്ലേ वही रोशन मीनार है जिनकी रोशनी से जिसकी रोशनी से എന്താണ് മല്ലാഹ് എന്ന് പറഞ്ഞാണ് കപ്പിത്താൻ മല്ലാഹോं का के बेड़े पार होता है होते हैं എന്താ റബ്ബേ എങ്ങനെയാണ് സോറി माफ कीजिएगा बेड़े पार होते हैं क्योंकि എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയോ वो अपने आप वो मीनार अपने आप मीनार अपने आप എന്താണ് अपने आप സ്വയം എന്താണ് अपने आप अजनबी मुसाफिरों के लिए अजनबी अन्यरिले बेगाന अजनबी मुसाफिरों के लिए मिशअले राह बना हुआ है എന്നാണ് ആയിരിക്കാണ് മനസ്സിലായോ എന്താണ് बना हुआ है എഴുതിയോ ഞാൻ ഒന്ന് വെച്ചാൽ എല്ലാവർക്കും നോക്കൂ ദുനിയാമേ ലോകത്തെ സുറഹുറു വഹി റോഷൻ മീനാർ ഹേ റോഷൻ മീനാർ മാത്രമാണുള്ളത് സംതൃപ്തരായിട്ടുള്ളത് സംതൃപ്തര് അതായത് സ്വസ്ഥതയുള്ള ആളുകളെ സാറ്റിസ്ഫൈഡ് ആര് മാത്രം സുറഹ്റു സാറ്റിസ്ഫൈഡ് അവർ മാത്രമാണ് ഏത് മീനാർ എന്നറിയോ ജിസ്കി രോഷനീസെ അതിന്റെ പ്രകാശം കൊണ്ട് മല്ലാഹോക്കെ ബീഡെ എന്താണ് മല്ലാഹിന്റെ ബീഡ എന്ന് പറഞ്ഞാൽ നൗക്ക അല്ലെങ്കിൽ കപ്പൽ എന്താണെന്നാണ് പാർ ഹോത്തെ ഹേ അതിന്റെ പ്രകാശം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ് കപ്പിത്താൻ എന്ത് ചെയ്യുന്നതാണ് നങ്കൂരമിടാന് ലങ്കർ എന്താണ് ലങ്കർ അന്താസ് കർണൊക്കെ പറഞ്ഞാല് എന്താണ് നങ്കൂരമിടാൻ എന്ത് ചെയ്യുന്നു സാധിക്കുന്നു അപ്പൊ പാറുമോന എന്ന് പറഞ്ഞാൽ അക്കരെ എത്താൻ എന്താകുന്നു സാധിക്കുന്നു മല്ലാഹിന്റെ കപ്പൽ എന്താകുന്നു അക്കരെ എത്താൻ എന്താകുന്നു പറ്റുന്നു ഏതുകൊണ്ട്
ഏതിന്റെ പ്രകാശം കൊണ്ട്? ആ മിനാറിന്റെ പ്രകാശം കൊണ്ട്. ആ മിനാറാണ് എന്തുള്ള ലോകത്തെ ദുനിയാവിലെ ആഫാക്കില് ഏറ്റവും വലിയ സംതൃപ്തരായിട്ടുള്ളത്. കാരണം എന്താണെന്ന് അറിയോ? ക്യോങ്കി എന്തുകൊണ്ടെന്നാലും ഓ മിനാർ, ആ മിനാറിലെ അപ്പിനെ ആപ്പ് സ്വയം എന്ത് ചെയ്യുന്നു? അജ്നബി മുസാഫിറാൻ പോലെയും മറ്റുള്ള അന്യരായ ഇതുവരെ കാണാത്ത പരിചയമില്ലാത്ത അന്യ നാട്ടുകാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മിഷലെ രാവ്, ഇതാണ് മിഷലെ ടോർച്ച്. മിഷലെ രാവ് എന്ന് പറഞ്ഞാലോ വഴികാട്ടി, എന്താണ്? പോയിനിയർ എന്ന് പറയുന്നതാണ്. പോയിനിയർക്ക് എന്ന് പറയുന്നതാണ് മിഷലെ രാവ് എന്ന് പറയും. മിഷലെ രാഹ് എന്നതാണ് പറയുന്നതാണ്. അതായത് വഴികാട്ടി, വഴികാട്ടിയായിരിക്കാണ്. അത് സ്വയം തന്നെ എന്താണ്? ആ മിനാറ് സ്വയം എന്താണ്? മിഷലെ രാഹ് ബന എന്ന് പറഞ്ഞാണ് വഴികാട്ടിയാവുക. ബന ഹുവാഹി എന്ന് പറഞ്ഞാലോ സ്വയം മറ്റുള്ള അന്യരായ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ആയിരിക്കാണ്. അങ്ങനത്തെ മിനാരമാണ് ലോകത്തിലെ ബാഫാക്കില് ദുനിയാവില് ഏറ്റവും വലിയ സുറഹ്റു പറഞ്ഞാല് സംതൃപ്തർ അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാരും എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ നോട്ട് നിങ്ങൾ കൃത്യമാകണം, മനസ്സിലാക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൈകുന്നേരം മറ്റേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മുझे इजाजत दीजिए. अस्सलाम वालेकुम. खुदा हाफिज.